കർക്കിടകത്തിലെ കറുത്ത രാത്രി. കേരളത്തിലെ കർക്കിടക മാസം. ജനൽപ്പാളികളിൽ തട്ടിത്തകർന്ന് പെയ്യുന്ന തോരാമഴ. തണുത്തുലഞ്ഞ കാറ്റിൽ ജനാലപ്പാളികൾ ശക്തമായി അടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പാലക്കാട്ടെ ഒരു ഉൾഗ്രാമത്തിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തൻ്റെ തറവാട് വീട്ടിൽ രാഹുൽ തികച്ചും ഒറ്റയ്ക്കായിരുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി കുറച്ചു ദിവസം സമാധാനമായി ജീവിക്കാനും തൻ്റെ പുതിയ നോവൽ എഴുതി തീർക്കാനുമാണ് അവൻ അങ്ങോട്ട് വന്നത്. എന്നാൽ പ്രകൃതിയുടെ മൂഡ് മറ്റൊന്നായിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായി അവിടെ കനത്ത മഴയാണ്. കറണ്ട് പോയിട്ട് മണിക്കൂറുകളായി. മൊബൈലിൽ റേഞ്ചും പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു മെഴുകുതിരി വെട്ടത്തിൽ രാഹുലിൽ ഹാളിലെ പഴയ ഈസി ചെയറിലിരുന്ന് പുറത്തേക്ക് നോക്കി. കാറ്റിൽ ഉലയുന്ന തെങ്ങുകളും ഇരുട്ടിൽ ഭീകരമായി നിൽക്കുന്ന കാട്ടുമരങ്ങളും അവന് ചുറ്റും ഒരു ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. രാത്രി 11 മണി. മഴയുടെ ഇരമ്പലിനിടയിലൂടെ രാഹുൽ ഒരു ശബ്ദം കേട്ടു. തറവാടിൻ്റെ മുകളിലത്തെ നിലയിൽ ആരോ നടക്കുന്നത് പോലെ. മരപ്പട്ടിയോ മറ്റോ ആയിരിക്കും, അവൻ സ്വയം ആശ്വസിച്ചു. പക്ഷെ പെട്ടെന്ന് താഴെ നിന്നും പ്രധാന വാതിലിൽ ഒരു മുട്ട് കേട്ടു. ഠക് ഠക്. ഈ അർദ്ധരാത്രിയിൽ കനത്ത മഴയത്ത് ആരായിരിക്കും? രാഹുൽ മെഴുകുതിരിയും കയ്യിലെടുത്ത് വാതിലിനടുത്തേക്ക് നടന്നു. തടിവാതിലിൻ്റെ ചെറിയ വിടവിലൂടെ അവൻ പുറത്തേക്ക് നോക്കി. മുറ്റത്താരുമില്ല, കനത്ത മഴ മാത്രം. അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും വീണ്ടും മുട്ടുകേട്ടു. ഇത്തവണ കൂടുതൽ ശക്തിയിൽ. രാഹുൽ ധൈര്യം സംഭരിച്ച് വാതിൽ തുറന്നു. തണുത്ത കാറ്റും മഴത്തുള്ളികളും അവൻ്റെ മുഖത്തേക്ക് അടിച്ചു കയറി. മുറ്റത്തെ ഇരുട്ടിലേക്ക് അവൻ മെഴുകുതിരി വെളിച്ചം നീട്ടി. ആരുമില്ല. എന്നാൽ വാതിൽ പടിയിലേക്ക് നോക്കിയ അവൻ്റെ ചോര മരവിച്ചുപോയി. ചെളി പുരണ്ട നനഞ്ഞ 2 നഗ്നപാദങ്ങളുടെ അടയാളങ്ങൾ മുറ്റത്തുനിന്ന് വന്ന് വാതിൽപ്പടിയിൽ അവസാനിച്ചിരിക്കുന്നു. അത് അകത്തേക്ക് കയറിയ ലക്ഷണമില്ല. എന്നാൽ പുറത്ത് ആരും നിൽക്കുന്നുമില്ല. രാത്രി 11:30. ഭയത്തോടെ രാഹുൽ വാതിൽ വേഗം അടച്ചു കുറ്റിയിട്ടു. അവൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. തിരികെ ഹാളിലേക്ക് നടന്നപ്പോൾ അവന് എന്തോ ഒരു വ്യത്യാസം തോന്നി. ഹാളിലെ വായുവിന് പെട്ടെന്ന് തണുപ്പ് കൂടിയതുപോലെ. അന്തരീക്ഷത്തിൽ കരിയിലയുടെയും നനഞ്ഞ മൺതിട്ടകളുടെയും ഒപ്പം എന്തോ ചീഞ്ഞഴുകിയതുപോലെയുള്ള ഒരു ദുർഗന്ധം പടർന്നു. അവൻ ഈസി ചെയറിന് അടുത്തേക്ക് ചെന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ അവൻ കണ്ടു, ഈസി ചെയർ പതുക്കെ ആടുന്നുണ്ടായിരുന്നു. ആരോ അതിൽ ഇരുന്ന് എഴുന്നേറ്റ് പോയതുപോലെ. ആരാ അത്? രാഹുൽ ഉറക്കെ ചോദിച്ചു. അവൻ്റെ ശബ്ദം ആ വലിയ തറവാട്ടിൽ പ്രതിധ്വനിച്ചു. മറുപടിയായി മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു ചിരി കേട്ടു. ഒരു സ്ത്രീയുടെ നേർത്ത മനം മടുപ്പിക്കുന്ന ചിരി. അത് മഴയുടെ ശബ്ദം പോലെ കീറി മുറിച്ചുകൊണ്ട് അവൻ്റെ കാതുകളിൽ പതിച്ചു. രാത്രി 12:15. ആ വീട്ടിൽ താൻ തനിച്ചല്ല എന്ന് രാഹുലിന് ഉറപ്പായി. കയ്യിലെ മെഴുകുതിരി വെളിച്ചത്തിൽ അവൻ മുകളിലത്തെ നിലയിലേക്ക് മരഗോവണികൾ കയറാൻ തുടങ്ങി. ഓരോ പടിയും ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ക്ലിക്ക് ക്ലിക്ക് എന്ന ശബ്ദം അവൻ്റെ ഭയത്തെ ഇരട്ടിയാക്കി. മുകളിലെത്തിയപ്പോൾ വലിയൊരു ഹാൾ. അതിൻ്റെ അറ്റത്ത് ഒരു പഴയ വലിയ കണ്ണാടി പണ്ടാരോ വെച്ചിട്ടുണ്ട്. രാഹുൽ മെഴുകുതിരിയുമായി ആ കണ്ണാടിയുടെ മുന്നിലെത്തി. കണ്ണാടിയിൽ തൻ്റെ രൂപം നോക്കി അവൻ പെട്ടെന്ന് മരവിച്ചുപോയി. കണ്ണാടിയിൽ അവൻ്റെ തൊട്ടുമുന്നിലായി നനഞ്ഞ കുതിർന്ന മുടിയും വെളുത്തു വിളറിയ മുഖവുമുള്ള ഒരു സ്ത്രീ രൂപം നിൽക്കുന്നു. അവളുടെ കണ്ണുകൾ പൂർണ്ണമായും കറുത്തതായിരുന്നു. വസ്ത്രങ്ങളിൽ നിന്ന് മഴവെള്ളം തറയിലേക്ക് ഇറ്റിറ്റു വീഴുന്നുണ്ടായിരുന്നു. നീ ഒറ്റയ്ക്കാണോ രാഹുൽ? ആ മന്ത്രണം
അവളുടെ ശബ്ദം അവൻ്റെ കാതുകളിൽ മുഴങ്ങി. രാഹുൽ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പക്ഷേ പുറകിൽ ആരുമില്ല. വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അതിലും ആരുമില്ല. എന്നാൽ കണ്ണാടിയുടെ മുന്നിലെ തറയിൽ വെള്ളം തുള്ളികളായി വീണ് കിടക്കുന്നുണ്ടായിരുന്നു. രാത്രി 1 മണി. പേടിച്ചരണ്ട രാഹുൽ താഴേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ മുകളിലത്തെ നിലയിൽ വാതിലുകളെല്ലാം പെട്ടെന്ന് തനിയെ അടഞ്ഞു. ജനലുകൾ കാറ്റടിച്ച് തകർന്നു. മഴവെള്ളം അകത്തേക്ക് ഇരച്ചു കയറി. ആ തണുത്ത വെള്ളം അവൻ്റെ കാലുകളിൽ തൊട്ടപ്പോൾ അവന് കഠിനമായ വേദന തോന്നി. അത് വെറും വെള്ളമായിരുന്നില്ല, ചോര കലർന്ന ചുവന്ന വെള്ളമായിരുന്നു. പെട്ടെന്ന് തറവാട്ടിലെ ഒരു ഭാഗത്തു നിന്നും ഒരേ സമയം ആ സ്ത്രീയുടെ ചിരി ഉയർന്നു കേട്ടു. എന്നെ ഓർമ്മയില്ലേ രാഹുൽ? ഇതേ കറുത്ത കർക്കിടകത്തിലെ മഴയത്തല്ലേ നീ എന്നെ ഈ തറവാടിൻ്റെ കിണറ്റിലേക്ക് തള്ളിയിട്ടത്? നിന്റെ നോവലിന് വേണ്ടി, ഒരു യഥാർത്ഥ കൊലപാതകത്തിൻ്റെ കഥ എഴുതുവാൻ വേണ്ടി. അവൻ്റെ തലച്ചോറിലേക്ക് ആ പഴയ ഓർമ്മകൾ ഇരിച്ചു കയറി. അതെ, 1 വർഷം മുമ്പ് ഇതേ തറവാട്ടിൽ വെച്ച് അവൻ ചെയ്ത ക്രൂരത. അവൻ പ്രണയം നടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ പെൺകുട്ടി. പ്രകൃതിയും മഴയും സാക്ഷിയായി നടന്ന ആ കൊലപാതകം വായനക്കാർക്ക് വേണ്ടി അവൻ നോവലാക്കുകയായിരുന്നു. രാത്രി 1:45. ഹാളിൻ്റെ മധ്യത്തിൽ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ശക്തമായി ഒലിച്ചിറങ്ങുന്ന വട്ടത്തിൽ ആ രൂപം പ്രത്യക്ഷപ്പെട്ടു. അവളുടെ ശരീരം നീല നിറമായിരുന്നു. നഖങ്ങൾ നീണ്ടു കൂർത്തവയായിരുന്നു. രാഹുൽ പിന്നോട്ട് മാറി ചുവരിലിടിച്ചു നിന്നു. രക്ഷപ്പെടാൻ ഒരിടമില്ല. ഈ മഴ പെയ്തു തോരില്ല രാഹുൽ, നീ എൻ്റെ കൂടെ വരുന്നത് വരെ. അവനടുത്തേക്ക് വായുവിൽ ഒഴുകി നീങ്ങി. അവളുടെ നനഞ്ഞ കൈകൾ അവൻ്റെ കഴുത്തിൽ ചുറ്റും മുറുക്കി. ഐസിനേക്കാൾ തണുത്ത കൈകൾ. രാഹുലിന് ശ്വാസം മുട്ടി. അവൻ്റെ കൈയിലെ മെഴുകുതിരി താഴെ വീണ് കെട്ടു. ആ തറവാട് വീണ്ടും പൂർണ്ണമായ ഇരുട്ടിലായി. മഴയുടെ ക്രൂരമായ ഇരുമ്പലും ഒപ്പം ഒരു മനുഷ്യൻ്റെ അവസാനത്തെ നിലവിളിയും മാത്രം ആ രാത്രിയിൽ അവശേഷിച്ചു. അടുത്ത ദിവസം രാവിലെ മഴ പെയ്തു തോർന്നിരുന്നു. ഗ്രാമവാസികൾ തറവാട് വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്തേക്ക് കയറി നോക്കി. ഹാളിലെ ഈസി ചെയറിൽ രാഹുൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ഭയം കൊണ്ട് തള്ളി വന്നിരുന്നു. ശരീരം പൂർണ്ണമായും തണുത്തു വിറങ്ങിച്ചിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു അമിതമായ ഭയം കാരണം ഹൃദയസ്തംഭനം ഉണ്ടായതാണെന്ന്. എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ കയ്യിലിരുന്ന ഡയറിയിലെ അവസാന പേജിൽ നനഞ്ഞ മഷിയിൽ ആരോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത കർക്കിടക മഴ പെയ്യുമ്പോൾ ഞാൻ വീണ്ടും വരും. മുറ്റത്തെ പഴയ കിണറ്റിൽ നിന്നും അപ്പോഴും ചെറിയ കുമിളകൾ ഉയർന്നു വന്നുകൊണ്ടിരുന്നു.